രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് എം.എ. ഷഹനാസിനെതിരെ വ്യാജ ഐഡി കാർഡ് ചമയ്ക്കൽ ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തകൻ നിയാസ് മലബാറി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. എന്നാൽ ഷഹനാസിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി എഴുത്തുകാരി ഇന്ദു മേനോനും രംഗത്ത് വന്നിരുന്നു. ഷഹനാസിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ട ആക്രമണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അതവളുടെ സൗന്ദര്യമാണ്. ഇന്ദു മേനോൻ തന്റെ കുറിപ്പിലൂടെ പറയുന്നു. അവർ പോസ്റ്റ് ചെയ്ത കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് പലയിടങ്ങളിലും പോയി കഠിനമായി അധ്വാനിച്ച് ചെറുപ്പക്കാരിയായ സുന്ദരിയായ ഒരു ഉമ്മ തന്റെ 2 പെൺകുട്ടികളെ വളർത്തിയത് കഥയായിട്ടല്ല, കാര്യമായിട്ട് തന്നെ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും തലയണയ്ക്കിടയിൽ അരിവാൾ വയ്ക്കേണ്ടി വന്നു എന്നൊക്കെ നമ്മൾ സിനിമകളിലും കഥകളിലും വായിച്ചതുപോലെ ഭീതിതമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പൊരുതിയാണ് അവർ തന്റെ പെൺകുട്ടികളെ വളർത്തിയത്. മതചട്ടക്കൂടുകൾക്കും സമൂഹത്തിന്റെ വിലക്കുകൾക്കും എതിരെ പൊരുതിയും പ്രയത്നിച്ചും വിജയിച്ച ആ ഉമ്മയുടെ കണ്ണീരിന്റെയും ത്യാഗത്തിന്റെയും ഫലമാണ് ചെറുതെങ്കിലും ഷഹനാസ് ഉണ്ടാക്കിയെടുത്ത ഒരു പബ്ലിഷിംഗ് സാമ്രാജ്യം. മറ്റ് പബ്ലിക്കേഷനുകളിൽ കോടിക്കണക്കിന് ഒന്നും സമ്പാദിക്കുന്നില്ല എങ്കിലും പ്രസാധന രംഗത്തെ ഒരു പെൺശബ്ദം എന്ന നിലയിൽ ഷഹനാസ് എടുക്കുന്ന പ്രയത്നങ്ങളെയും കഠിനാധ്വാനത്തെയും വിസ്മരിക്കുവാൻ ആവില്ല. ഒരിക്കൽ അവളുടെ സ്ഥാപനത്തിന്റെ 1ാം വാർഷികത്തിനോ മറ്റോ നല്ല ഗംഭീര സദ്യയുണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാപനം ഇത്രമേൽ സമ്പന്നമായോ എന്ന് ചോദിച്ചപ്പോൾ ഷഹനാസിന്റെ ഫാദർ ഇൻ ലോയും ഷഹനാസും മുഖത്തോട് മുഖം നോക്കി. ഇതിനൊക്കെ ബില്ല് കെട്ടുന്നത് ഒരു ഡോക്ടർ തന്റെ സമ്പാദ്യത്തിൽ നിന്നുകൂടിയാണ് എന്ന ഒരു നോട്ടമായിരുന്നു അത്. സ്വർണ്ണക്കടത്തുകാരിയായും കള്ളക്കടത്തുകാരിയായും ഒരു പെൺകുട്ടിയെ താറടിക്കാൻ നിങ്ങളൊക്കെ കാണിക്കുന്ന ആ ചേപ്ര മനസ്സ് അതിഭീകരമാണ്. കേരളത്തിലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരുടെ സാമ്പത്തിക നില പരിശോധിച്ചാൽ അവർക്ക് ഏകദേശം എത്ര സമ്പാദ്യം ഉണ്ടാകാം എന്നുള്ളത് വളരെ കൃത്യമായി നമുക്കെല്ലാം മനസ്സിലാകുന്നതാണ്. ഏതായാലും ലേഡി കൊള്ളക്കാരി തന്റെ സ്ഥാപനം കൊണ്ട് പലപ്പോഴും പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്നുള്ള പണം കൊള്ളയടിക്കാറുണ്ടോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു. സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും എനിക്ക് ചെറിയ അഭിപ്രായമുണ്ട്. സ്വന്തം കയ്യിലെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി പ്രസാദനം ചെയ്യുന്ന ഒരു പ്രസാധക സ്വർണ്ണക്കടത്തു തന്നെയല്ലേ നടത്തുന്നത്? ഷഹനാസിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ട ആക്രമണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അതവളുടെ സൗന്ദര്യമാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഇത്രയും സുന്ദരമായ മുഖവും മുടിയും കണ്ണുകളുമുള്ള അവൾക്ക് പിറകെ കോളേജിൽ നടന്നിട്ടുള്ളവരുടെ എണ്ണമെടുക്കാൻ പറ്റില്ല. അവൾ ആരുടെയോ പിറകെ നടന്നതായ കഥ പറയുന്നതിന് മുമ്പ് അവളെ പോയി ഒന്ന് നേരിട്ട് കാണുക. അവളുടെ 40കളിൽ അവൾ ഇത്ര സുന്ദരിയെങ്കിൽ അവളുടെ കൗമാര യൗവനാരംഭ കാലങ്ങളിൽ അവൾ എത്ര സുന്ദരിയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഫിൽറ്ററും പുട്ടിയും ഫോട്ടോഷോപ്പ് ചെയ്തിറങ്ങുന്ന ഫോട്ടോയിൽ കാണുന്ന മനുഷ്യരെ പോലെയല്ല അവൾ. മറിച്ച് ഒരു മേക്കപ്പും ഇല്ലാതെ ഒരാടാഭരണ തോടകളും ഇല്ലാതെ തിളക്കമാറുന്ന ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ പലർക്കും അവളോട് അസൂയ തോന്നും. സുമുഖനായ പണക്കാരൻ, സർവോപരി എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുന്നവനുമായ ഭർത്താവും, MBBSന് പഠിക്കുന്ന മിടുക്കിയായ ഒരു കുഞ്ഞുമുള്ള ഭർത്താവ്, നിരന്തരം മാലയും വളയും മൂക്കൂത്തിയും വജ്ര നെക്ലേസുകളും വാങ്ങിക്കൊടുക്കുന്ന, മികച്ച പ്രീമിയം കാറുകൾ വാങ്ങിക്കൊടുക്കുന്ന കുറച്ച് ഭാഗ്യവതിയായ ഒരു സ്ത്രീ കൂടിയാണ് അവൾ. അവളോട് നിങ്ങൾക്ക് തോന്നുന്നത് ശുദ്ധ കുശുമ്പാണ്, കുഞ്ഞായ്മയും കുനിഷ്ടുമാണ്. അതിൽ കവിഞ്ഞ് ഇതിൽ ഒരു തേങ്ങയുമില്ല. മനുഷ്യരുടെ അതിഭീകരമായ ജലസി, സെക്ഷൽ ജലസി എന്ന് അതിന് പേര് പറയും. ഈ പറഞ്ഞ അതേ കോളേജിലാണ് ഞാൻ 7 വർഷം പഠിച്ചത്. നിങ്ങളുടെ വാജി സർട്ടിഫിക്കറ്റ് വേണ്ട. ഇനി ആ കോളേജിലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി വിവരാവകാശ പ്രകാരം എടുത്ത് ഇവിടെ ഹാജരാക്കി കോളേജ് മാനേജ്മെന്റിന് അനധിമതയായ പ്രിയ സജീഷ് ഷഹനാസിന്റെ കള്ളങ്ങൾ പൊളിഞ്ഞതായി ഞാനും വിശ്വസിക്കാം.